ഇത് വരാനുള്ള ഏട്ടാടെ രണ്ടും കത്തി കിടക്കണം, റാമും CPU. ഇത് തന്നെ കുറേ നേരം കത്തി കിടന്നിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് കുറച്ച് കൂടുതലല്ലേന്നൊരു ഡൗട്ട്. PC പാർട്സ് കേസിനകത്ത് മൗണ്ട് ചെയ്യുന്നതിന് മുന്നേ പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബെഞ്ച് ടെസ്റ്റിംഗ്. ബേസിക്കലി മദർ ബോർഡിൽ CPU, RAM, SSD, ഗ്രാഫിക്സ് കാർഡ് ഇതേപോലത്തുള്ള കമ്പോണൻസ് എല്ലാം കൊടുത്തിട്ട് ബേസിക് പവർ സപ്ലൈ കൊടുത്തിട്ട് ഓണാക്കി നോക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് സമയത്ത് നമുക്ക് ബയോസിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കമ്പോണൻസ് എല്ലാം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് ബയോസിൽ നോക്കാം. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ PC ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും പാർട്സ് ഫോൾട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് ഒരുപാട് പാടാണ്. പ്രത്യേകിച്ച് SMBS പോലുള്ള കമ്പോണൻസ് ആണെങ്കിൽ നമ്മുടെ കേബിൾ മാനേജ്മെൻറ്റ് എല്ലാം റിമൂവ് ചെയ്യേണ്ടി വരും. ഫൺ ഫാക്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു റാം ആക്ച്വലി കംപ്ലൈൻ്റ് ആയിരുന്നു. രണ്ടാമത് നമ്മുടെ സ്റ്റോറിൽ പോയി പുതിയത് എടുത്തിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബെഞ്ചിങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ റാം ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു. പക്ഷേ ഒരു കേബിൾ മാനേജ്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുള്ള SMBS ആയിരുന്നെങ്കിൽ ഇതിൽ നിന്നും പാടായിരുന്നതിന്. അതുകൊണ്ട് എപ്പോഴും PC ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് ബെഞ്ച് ചെയ്തിട്ട് മാത്രം മൗണ്ട് ചെയ്യുക.